ഇതിന് ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനകെടുത്താൻ. ഒരു പണിയും മര്യാദ ചെയ്യാൻ സമ്മതിക്കൂലോ. അത് കഴിയുമ്പോഴേ ഇതും കൂടെ ഒന്ന് കഴിയുവല്ലേ. നിനക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടെ? ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ. ഇനി എപ്പോഴാ? ആരോട് പറയാൻ? നമുക്കുണ്ട് ബർത്ത്ഡേ. എന്ത് സർപ്രൈസ്! മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണാവോ? സർപ്രൈസ് ആണല്ലോ. അമ്മേ തോർത്തെടുത്തോ? ക്ലാര, ലൈലാസറിന്റെ ഫ്രണ്ടാ. അവനാരെ വിളിക്കാനില്ലാന്ന് പറഞ്ഞിട്ട് മോളകത്തേക്ക് വാ. അവൻ കുളിക്കാതെ നിക്കായിരുന്നു. മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട്. ക്ലാര മോളിരിക്കേ. ക്ലാര പ്രോജക്റ്റ് കഴിഞ്ഞാ? നോക്കിയേ എങ്ങനെയുണ്ട്? പുളിയായിട്ടില്ലേ? ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഇതെന്നാ ചെങ്കുടിയോ? ചെങ്കുടിയൊന്നുമല്ല, ഒരു സക്കാവിന്റെ കേക്കാവുമ്പോ ഒരു ഡൈപ്പുകളേ. മോളുടെ പേരെന്താ? ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ? എവിടെയോ കണ്ട മതി. എന്റെ പൂപ്പന്റെ ജിമ്മിക്ക് കമ്മൽ. Happy birthday to you. Happy birthday to you. Happy birthday dear you. Happy birthday to you. നീങ്ങുവാ. നീയല്ല ഇവൻ. നീ കൊടുക്കടാ. എന്താ ക്ലാര ഇപ്പൊ വന്നു? നമ്മള് മാച്ചല്ലോ. ഇത് പിടിച്ചേ. എന്തിനാ? നീ എടുത്തു കൊടുക്കടാ. കൽപ്പൂരപ്പൂവിന് അത്ര പോരാ. നീ തന്നെ കഴിച്ചാ മതി. വേണ്ട, നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. സെൽഫി എടുക്കാം. എല്ലാരും കയറിയേക്ക്. നോക്കിയേ, വാ കുറച്ച് അടുത്തേക്ക് വാ. നോക്കിയേ, സ്മൈൽ. ഒന്നൂടെ സ്മൈൽ. കണ്ട, ഇത് ലൈലച്ചേട്ടൻ ഷഡ്ഡിട്ട ഫോട്ടോ. ഇപ്പുറത്ത് ലൈലച്ചേട്ടൻ ഷഡ്ഡിടാത്ത ഫോട്ടോ. അയ്യേ, അതെ ഈ പിള്ളേര് ഇതെല്ലാം കുഞ്ഞിലത്തെ ഫോട്ടോ അല്ലേ? ഈ ഫോട്ടോക്ക് എന്താ കുഴപ്പം? ഓഹോ, അങ്ങനെയാണോ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടാ. നിക്ക്. ഇതാണോ കുട്ടി? ഇതൊന്നുമല്ല, പക്ഷെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അങ്ങനെ നോക്കണ്ട. ആരെയും കാണിക്കാതിരിക്കാൻ മാത്രം ഇതിനകത്ത് എന്താ വല്ല നിധി മാറ്. ഇതിലെ കൊറേ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു സംഭവം ഉണ്ട്. അത് കാണുന്നവർ കണ്ടോളും. സദ്യ റെഡി. വാ പോവാ. വാ നടക്ക് നടക്ക്. ഇതിലെ ക്ലാര, ഈ കൂട്ടുകാരിന്ന് വെച്ചോക്കെ അടിപൊളിയാ. ഇഷ്ടായോ? എന്ത്?
സദ്യ, പായസം, വീട്. സദ്യയും വീടും വീട്ടുകാരും എല്ലാം ഇഷ്ടായി. പിന്നെ പിന്നെ ഒന്നുമില്ല. ഇതിനകത്ത് മീനൊക്കെ ഉണ്ടട്ടാ. അപ്പം പിടിച്ചിട്ടാ. ചേച്ചി വാ നമുക്ക് ഊഞ്ഞാലാടാം. ഒന്ന് പോയോടി. എന്ത് സാധനം ഇത്? നീ കളത്തിൽ കല്ലെറിഞ്ഞ് നിന്നോ. ഈ കുട്ടിപ്പിശാചിന് വരാൻ കണ്ട നേരം. ഇവിടെ പാമ്പൊക്കെ ഉണ്ട്. ആണോ? അപ്പൊ അവിടെ ഒന്നും ചെയ്യില്ലേ? ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ഞാനാ ഉണ്ടാക്കാറ്. ഇത്തവണ അമ്മ സമ്മതിച്ചില്ല, അതുകൊണ്ട് പാലാണ്. വാ ചേച്ചി, ഞാൻ ആട്ടിത്തരാം. അതൊക്കെ വാ ചേച്ചി, വാ ഇരി. ഐഫോൺ എനിക്ക് വലിയച്ഛൻ കണ്ടെത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സദ്യക്ക്? ചേച്ചിയെങ്കിലും പറഞ്ഞല്ലോ. ആരാത്? ചേച്ചി എന്തു പറ്റി? പപ്പ ഒന്ന് അകത്തിട്ട് പോവല്ലേ പപ്പ? ഷൂസ് ഊരണോ? വേണ്ട. ഏതാണ് ഈ മാന്യൻ? അപ്പ ഇതെന്റെ പപ്പ. നമസ്കാരം. നമസ്കാരം. തോമസ് കുര്യൻ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നെന്ന് മോള് പറഞ്ഞിരുന്നു. ആരുടെ പിറന്നാളായിരുന്നു? എന്റെ തന്നെയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തോമസ് ഇരിക്കെ, ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് പായസം ആവാം. അമ്മ പായസം. അയ്യോ വേണ്ട, സോറി, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് ഷുഗറിന്റെ പ്രശ്നമുണ്ട്. പിന്നീട് ഒരിക്കലാവാം. ഇറങ്ങട്ടെ എന്നാ മോളെ, ഇറങ്ങാം. ലൈലസുര ഒന്ന് വരണേ. എന്താ ക്ലാരയുടെ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ. ഓർമ്മയില്ലേ? ഇദ്ദേഹത്തിന്റെ സെലക്ഷനാ. ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത്. നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം. ഓക്കെ? കേറ് മോളെ, ഞങ്ങൾ വരട്ടെ എന്നാ. പാതിരമഞ്ഞും പാഴരിവേലും ഇന്നൊരു പോൽ കാനനമേടും ഈ മണിവീടും ഇന്നൊരു പോൽ നീ ഇത്രയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കാൻ നിക്കണേ? എനിക്കൊന്ന് അയാൾക്ക് നിന്റെ ചേച്ചീനോട് അങ്ങനെയൊന്നും ഇല്ലാന്നാ. ഇഷ്ടാണ്, പക്ഷെ എന്താ ഇപ്പൊ ഫോൺ എടുക്കാത്തെ? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. അവർ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എനിക്കിഷ്ടല്ല അയാളെ, യോഹന്നെ. ചേട്ടാ ഇവിടെ നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ. താങ്ക്സ് ചേട്ടാ. ഓക്കെ. നീ ഇവിടെ ഇരിക്കണം. എന്താണ് നിന്റെ ഉദ്ദേശം? കുറച്ച് ദിവസമായി നീ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാനാണല്ലോ. നിനക്കിപ്പോ എന്ത് പറ്റി? കാര്യം പറ. നീ മതി വലിച്ചത് എന്താണ്? നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തേലും ഒന്ന് പറയണല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? നീ എന്താ മേരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എനിക്ക് പറ്റുള്ള ഫിഫു, ഞാനും മേരിയും തമ്മിൽ സെറ്റ് ആവില്ല. ചുമ്മാ തമാശ പറയല്ലേട്ടാ. നീ തമാശ പറയണതല്ല, ഞാൻ അവിടെ തമ്മിൽ സെറ്റ് ആവില്ലടാ. എന്ത് സെറ്റ് ആവില്ലെന്ന് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എടാ ഫിഫു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം?
ക്ലാരെ താനൊന്ന് നിന്നേ. താൻ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിയെടുക്കണത്? പ്രോജക്റ്റും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നാളെ ഞാനും ഉണ്ടായിരുന്നില്ല പ്രോജക്റ്റിൽ. പിന്നെ എന്തു പറ്റി എന്നെ ഒഴിവാക്കാൻ? അടുത്ത ആഴ്ച എൻ്റെ എൻഗേജ്മെന്റാ. അതിൻ്റെതായ തിരക്കുകളൊക്കെ എനിക്കുണ്ട്. വേറെന്തൊക്കെ ലൈലാസുറിന് അറിയണം? എനിക്കൊന്നും പറയാൻ പാടില്ലേ? അല്ല ക്ലാരെ, താൻ എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ പോണത്? പപ്പ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്കിഷ്ടായിട്ടാണോ? ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? അമ്മയില്ലാണ്ട് ഒരു പെൺകുട്ടീനെ വളർത്താന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെയും നോക്കി വളർത്തി. അവളുടെ കാര്യം പിന്നെ ലൈലാസുറിന് അറിയാലോ. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പാ. അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ. എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്കിലും സാധിച്ചു കൊടുക്കണ്ടേ? ശരിയല്ലേ? ക്ലാരെ, ക്ലാരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ലൈലാസുറിന് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്നോ? ഞാൻ ആദ്യമായിട്ട് പ്രേമിക്കണത് 4ാം ക്ലാസ്സിൽ പഠിക്കുമേ. മുടിയൊക്കെ 2 സൈഡിലേക്ക് പിന്നിട്ട് കാണാൻ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള ദേവകുട്ടി. അന്നതൊരു പ്രേമായിരുന്നില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുരനാക്കാൻ നോക്കി. അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. 10ൽ പഠിക്കുമ്പോൾ തട്ടൊക്കെ ഇട്ടൊരു ഉമ്മച്ചിക്കുട്ടി നസിയ. അതും വർക്കൗട്ടായില്ലെന്നേ. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരുത്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പറ്റിച്ച്. ക്ലാരെ, ക്ലാരെ, ഇതൊന്നും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. അപ്പോ ശരിക്കുള്ള പ്രേമം മേരിയോടായിരുന്നല്ലേ? അല്ലേ? നീ എന്ത് ദുഷ്ടനാടാ? അവള് നിന്റെ മോറടിച്ച് പൊളിച്ചിട്ടുണ്ടാവൂല. ഫിഫുടാ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. അവളൊന്നും പറഞ്ഞില്ലടാ, അവളൊന്നും ചെയ്തൂല. നീ എന്തൊക്കെ നീ കാണിക്കണത്? നാളെ ആ കൊച്ചിന്റെ എൻഗേജ്മെന്റ് ആണ്. ആദ്യം മേരിയെ പ്രേമിക്ക, പിന്നെ ക്ലാരയെ പ്രേമിക്ക. നീ ആരാണ്? നിനക്ക് എപ്പോഴേലും തോന്നിണ്ടാ ഞാനും മേരി തമ്മിലുള്ള ശരിക്കുള്ള ഇഷ്ടമാണെന്ന്? തോന്നിണ്ടാ? ലൈലു എന്താന്ന് വെച്ചാച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ എല്ലാ കാര്യം ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യം നടക്കൂലട്ടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്നെ വിളിക്കട്ടെ, പോടുന്നു.